ഡൽഹിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തെഴുതി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ വെടിനിർത്തൽ ധാരണ അതിനുശേഷവും ഈ കരാർ മരവിപ്പിച്ച നിലപാട് അല്ലെങ്കിൽ നടപടി അത് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ് രാജ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നു അല്ലേ? സ്മിത, തീർച്ചയായിട്ടും. കാരണം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച കടുത്ത നടപടി എന്നുള്ളത് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് തടയുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഈ തീരുമാനം, അതായത് ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കുന്ന കാലത്തോളം അത്രയും ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരും എന്നതാണ് ഇന്ത്യയുടെ നയം എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിപ്പോൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഈ സിന്ധ് മേഖല അതൊരു മരുഭൂമിയായി മാറുകയാണ് എന്നാണ് പാകിസ്ഥാൻ ആ കത്തിൽ പറയുന്നത്. ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി കത്തിലൂടെ നടത്തുകയാണ്. ഈ സിന്ധ് മേഖലയിലെ ജനജീവിതം, അവിടെ ഈ ജലത്തിന്റെ ദൗർലഭ്യമടക്കം നേരിടുന്നുണ്ട്. അവിടെ ജനജീവിതത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ അവിടേക്ക് ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ ഈ സിന്ധ് മേഖല ഉൾപ്പെടെ വരൾച്ച നേരിടുന്നുണ്ട്. ആ ഒരു ജല കരാർ മരവിപ്പിച്ചത് നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തയച്ചിട്ടുള്ളത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് ലഭിച്ചു എന്നാണ് ഇപ്പോൾ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.